ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കണ്ണൻ മാളു എൻ്റർടൈൻമെൻറ്റ്സ്. രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള നൃത്ത നാടകമാണ് ഇന്നത്തെ വീഡിയോയിൽ. മാ സാഹേബ്. മോളെ, പുസ്തകത്തിൽ എന്തായി തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏതെങ്കിലും ധീരരാജ്ഞിയെ ആസ്പദമാക്കി ഒരു നൃത്താവിഷ്കാരം ചെയ്യണമെന്ന് സ്കൂളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് പാഠപുസ്തകത്തിൽ തിരയുകയായിരുന്നു ഞാൻ. ആഹാ, അങ്ങനെയാണെങ്കിൽ ചരിത്രത്താളുകളിൽ എവിടെയോ മറഞ്ഞിരുന്ന 300 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഈ പുണ്യഭൂമിയിൽ ഒരു പുണ്യജന്മമായി ആവിർഭവിച്ച ആ ധീരയായ മഹാറാണിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു മഹാറാണി ഇവിടെ ഉണ്ടായിരുന്നു അമ്മേ. എന്നാൽ എനിക്ക് കേൾക്കണം ആ മഹാറാണിയുടെ കഥ. അതിനെ നമുക്കൊരു യാത്ര പോകണം, അങ്ങ് മഹാരാഷ്ട്രയിലേക്ക്. A vivid glimpse into our past. അന്നത്തെ മറാഠ സാമ്രാജ്യം. പതിനെട്ടാം നൂറ്റാണ്ടാണ് കാലം. ഔറംഗസേബിന്റെ മരണത്തിനു ശേഷം മുഗളന്മാരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡെക്കനിലാണെങ്കിൽ മറാഠകളുടെ ആധിപത്യം കുതിച്ചുയരുകയും മറാഠ രാജാവ് നാമമാത്രമാകെ യഥാർത്ഥ അധികാരവും ശക്തിയും പ്രധാനമന്ത്രി അല്ലെങ്കിൽ പേഷ്വായുടെ കരങ്ങളിലായിരുന്നു. മാൾവയുടെയും രാജസ്ഥാനിന്റെയും പല പ്രദേശങ്ങൾ സ്വന്തമാക്കി മറാഠ സേന വിജയഗാഥ തുടരുന്ന കാലം. അങ്ങനെയുള്ള ചില പ്രദേശങ്ങൾ പേഷ്വ ബാജിറാവു ജാഗീറായി അദ്ദേഹത്തിന്റെ പല സേനാ മേധാവികൾക്ക് ശാസനത്തിനായി സമ്മാനിച്ചു. അതിൽ മാൽവയുടെ ജാഗീർ 1730 കരസ്ഥമാക്കി ഇൻഡോറിനെ തലസ്ഥാനമാക്കി ഹോയ്ക്കാർ രാജവംശം സ്ഥാപിച്ചു. മൽഹാർ റാവു ഹോയ്ക്കാർ. ഒരിക്കൽ ഒരു സൈനിക പര്യവേഷണം കഴിഞ്ഞ് ഇൻഡോറിലേക്ക് മടങ്ങുന്ന വഴിക്ക് മൽഹാർ റാവു ഹോയ്ക്കാർ ചൌണ്ടി ഗ്രാമത്തിലെത്തി. സമയം സായം സന്ധ്യ. ഗ്രാമത്തിന്റെ ശിവക്ഷേത്രത്തിൽ മധുരവാണിയിൽ ആരതി ആലാപനം. സാന്ദ്രമായി ആ മധുരസ്വരത്തിൽ ലയിച്ചിരുന്നു പോയ മൽഹാർ റാവു നോക്കുമ്പോൾ അതാ അവിടെ ഒരു 7-8 വയസ്സുകാരി. എന്തെന്നില്ലാത്ത തേജസ്സുള്ളൊരു മുഖം. ആരാണ് ഈ പെൺകുട്ടി? അങ്ങ് ഈ ഗ്രാമത്തിലേതല്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അറിയാതൊരു വഴിയുമില്ല. നമ്മുടെ ഗ്രാമമുഖ്യൻ മാങ്കോജി റാവു ഷിൻഡെയുടെ പ്രിയ പുത്രി, ഞങ്ങളുടെ അഹല്യാബായി.
അങ്ങയുടെ പേര് ആർക്കാണ് അറിയാത്തത്? നമ്മുടെ ഗ്രാമം അങ്ങ് സന്ദർശിച്ചത് ഈ പ്രദേശവാസികളുടെ ഭാഗ്യമാണ്. ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം അങ്ങ് സ്വീകരിച്ച് ഇവിടെ നമ്മുടെ അതിഥിയായി താമസിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും. ചെറുപ്രായത്തിൽ തന്നെയുള്ള വിവേകവും നന്മയും കണ്ട് സ്വന്തം മകൻ ഖണ്ഡേറാവുവിന്റെ പുത്രവധുവായി അഹല്യയെ നൽകാൻ മാംഗോജിറാവ് ഷിൻഡെയോട് ചോദിച്ചു. ഹോൾക്കാർ രാജ്യത്തിന്റെ പ്രശാസനത്തിനും അഹല്യാബായിയുടെ സാന്നിധ്യം ഒരു മുതൽക്കൂട്ടാവുമെന്ന ദീർഘദൃഷ്ടിയുണ്ടായി മൽഹാർ റാവുവിന്. അവിടെ ആരംഭിച്ചു ഗ്രാമത്തിലെ ആ അഹല്യയിൽ നിന്ന് മഹാറാണി പുണ്യശ്ലോക് മാ സാഹേബ് അഹല്യാബായ് ഹോൾക്കറാകുന്ന ആ പ്രയാണം. വിവാഹം കഴിഞ്ഞിട്ടും അഹല്യാബായിക്ക് വിദ്യാഭ്യാസവും രാജ്യഭരണത്തെക്കുറിച്ചുള്ള പാഠങ്ങളും തുടർച്ചയായി കിട്ടിക്കൊണ്ടിരുന്നു. ഈ വേളയിൽ അവർക്ക് മാലേറാവു എന്ന പുത്രനും മുക്താബായി എന്ന പുത്രിയും ഉണ്ടായി. രാജ്യകാര്യങ്ങളിൽ പൊതുവെ തൽപരനല്ലാത്ത ഖണ്ഡേറാവുവിൽ പോലും അഹല്യാബായിയുടെ സംസർഗം കാരണം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷെ വ്യക്തിപരമായ ഒരുപാട് വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ജീവിതമാണ് ഈ രാജ്ഞിയുടേത്. 1784 കുംഭേർ യുദ്ധത്തിൽ ഖണ്ഡേറാവുവിന് ജീവൻ നഷ്ടപ്പെട്ടു. കേവലം 29 വയസ്സിൽ അഹല്യാബായി വിധവയായി. സതിയാവാൻ തീരുമാനിച്ചു അഹല്യാബായി. പുത്രി, നീയും നമ്മെ വിട്ടു പോയാൽ നമ്മൾ എന്തു ചെയ്യും?
രാജ്യത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ ഖണ്ഡേരാവ് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ ആശ്വസിച്ചോളാം. മൽഹാർ റാവുവിന്റെ ഈ വാക്കുകൾ കേട്ട് സതിയാകാനുള്ള തീരുമാനം വെടിഞ്ഞ് രാജ്യഭരണത്തിന്റെ എല്ലാ ചുമതലകളും സ്വയം ഏറ്റെടുത്തു. പക്ഷേ കുറച്ചു വർഷങ്ങൾക്കകം മൽഹാർ റാവുവും വിട്ടുപിരിഞ്ഞു. ഈ സാഹചര്യത്തിൽ രാജ്യസിംഹാസനം മകൻ മാലേറാവുവിനെ ഏൽപ്പിച്ചു. പക്ഷെ മകനും അധികകാലം തുടരാൻ കഴിഞ്ഞില്ല. കേവലം 22 വയസ്സിൽ ഒരു രോഗത്തിന് വിധേയമായി മരിച്ചു. രാജ്യം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ദിവാൻ ചന്ദ്രചൂഡ് അഹല്യാബായി രാജ്യത്തിന്റെ സർവ്വ അധികാരവും സ്വന്തം കൈകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന് ഞെട്ടലോടുകൂടി മനസ്സിലാക്കി ഉത്തരാധികാര പ്രതിസന്ധി നേരിടുന്ന ഇൻഡോറിന്റെ അസ്ഥിരത മുതലെടുക്കാൻ പേഷ്വയുടെ അമ്മാവനായ രഘുനാഥ് റാവു എന്ന രഘോബയ്ക്ക് കത്തയക്കുന്നത്. ഇതൊരു സുവർണ അവസരമായി രഘോബയും കണ്ടു. ഈ ഗൂഢാലോചന മനസ്സിലാക്കി നേരിടാനൊരുങ്ങി അഹല്യാബായി. എല്ലാ മറാഠ സർദാർമാർക്കും അവർക്ക് പലപ്പോഴായി മൽഹാർ റാവു ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ദൂതന്മാരെ അയച്ചു. മൽഹാർ റാവുവിന്റെ ദത്തുപുത്രനും സൈനിക മേധാവിയുമായ തുക്കോജി റാവുവിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി. അഹല്യാബായിയുടെ രാഷ്ട്രീയ വിവേകം വിളിച്ചോതുന്ന സന്ദർഭം. മൽഹാർ റാവുവിന്റെ സമയത്തും ഗ്വാളിയോറിന് സമീപമുള്ള ഗോഹാട്ട് ഫോർട്ട് പിടിച്ചടക്കിയതുപോലെ സമാനമായ സൈനിക ആക്രമണങ്ങൾ വിജയകരമായി നിർവഹിച്ച രാജമാത അഹല്യാബായി ഈ സന്ദർഭത്തിൽ സ്ത്രീകളുടെ ഒരു സേന തന്നെ തയ്യാറാക്കി മുന്നിട്ടു. ക്ഷിപ്ര നദി എപ്പോൾ അങ്ങയുടെ സേന കടക്കുന്നുവോ നമ്മുടെ ശസ്ത്രങ്ങൾ അപ്പോൾ ഉയരും. സ്ത്രീകളുടെ ഈ സേന നേരിടും. എന്റെ പക്ഷം പരാജയപ്പെട്ടാലും ആരും ചിരിക്കില്ല. എന്നാൽ അങ്ങേക്ക് ഈ പരാജയത്തിന്റെ കളങ്കമേൽക്കാൻ ഏറെ പ്രയാസകരമായിരിക്കും. എല്ലാ ഘടകങ്ങളും വിലയിരുത്തി ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോവാത്തതാവും അങ്ങേക്ക് ലാഭം. ഒരു സ്ത്രീയിൽ നിന്നും ഇങ്ങനൊരു അപ്രതീക്ഷിത പ്രതിരോധം നേരിട്ട രഘോബ നയം മാറ്റി. മകന്റെ മരണത്തിൽ അനുശോചനം അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന സന്ദേശം അറിയിച്ചു. യുദ്ധം ഒഴിവാക്കി സ്വന്തം വിവേകം മൂലം അതിവിദഗ്ധമായി ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തു മഹാറാണി. ഒരു സ്ത്രീ ആയതുകൊണ്ട് പിന്നെയും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ദേവി അഹല്യാബായിക്ക്? ഹോൾക്കാ രാജ്യം എങ്ങനെയായിരുന്നു റാണിയുടെ നേതൃത്വത്തിൽ? ഏവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദേവി അഹല്യാബായി. ഒരുപക്ഷെ ദേവി അഹല്യാബായിയുടെ ഒരു താരതമ്യപ്പെടുത്താനാവാത്ത വിജയം അവരുടെ ഭരണകാലത്ത് ആർക്കും മാൽവയെ ആക്രമിക്കാൻ സാധിച്ചില്ല എന്നതുമാണ്. തന്റെ വിവേക ബുദ്ധി കൊണ്ട് രാജ്യത്തിനുള്ളിൽ കാനന പാതകളിൽ യാത്രക്കാരെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്നവരെ തന്നെ ആ വഴികളുടെ രക്ഷാധികാരികളാക്കി മാറ്റി. പണ്ഡിതന്മാർക്ക്, വ്യാപാരികൾക്ക്, കരകൗശല തൊഴിലാളികൾക്കും രാജ്യസംരക്ഷണം ഉറപ്പുവരുത്തി. പ്രജകൾക്ക് അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കൃത്യമായി നടന്നിരുന്നു.
ഇൻഡോറിൽ നിന്ന് മാറി പിന്നീട് മഹേശ്വർ തലസ്ഥാന നഗരിയായി. രാജ്യത്തിലെ ഓരോ വ്യക്തിക്കും മാതൃതുല്യായിരുന്നു ദേവി അഹല്യാബായി. ആർക്കും അവരുടെ ദുഃഖം നേരിട്ട് പറയാവുന്ന വിശാല മനസ്സുള്ള അമ്മ. പുതിയ തലസ്ഥാനമായ മഹേശ്വർ സാഹിത്യം, സംഗീതം, കാവ്യം, വ്യവസായം എന്നിവയുടെ ഒരു മെൽട്ടിംഗ് പോട്ടായി മാറി. ഇന്നും മഹേശ്വരി സാരികൾ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തുടക്കം കുറിച്ചത് ഇവിടെയാണ്. ഏകദേശം 30 വർഷം ഭരിച്ച ഈ സുവർണ കാലം സമൃദ്ധി നിറഞ്ഞതും രാജ്യഭരണത്തിൽ തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ്. മാലാരാജ്യത്ത് മാത്രമായിരുന്നോ ദേവി അഹല്യാബായിയുടെ സ്വാധീനം? ഭാരതത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ അറിയുമായിരുന്നോ മാ സാഹേബിനെ? നാഗരിക നവോത്ഥാനത്തിന്റെ ഊർജം രാജ്യം മുഴുവൻ ഉണർത്താൻ ചുക്കാൻ പിടിച്ച മഹാറാണിയാണ് പുണ്യശ്ലോക് ദേവി അഹല്യാബായി. ഹിമാലയം മുതൽ ഇന്ദുസാഗരം വരെയുള്ള സ്ഥലങ്ങളിൽ ധർമ്മശാലകൾ, തീർത്ഥാടകർക്ക് ആവശ്യമായ വിശ്രമ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയ്ക്കൊക്കെ വേണ്ടി ധാരാളം ദാനം ചെയ്തിരിക്കുന്നു. ദക്ഷിണ ഭാരതത്തിലെ 30-ലേറെ ക്ഷേത്രങ്ങളുടെ നിത്യ ആചാരങ്ങൾക്കായി ഗംഗാജലം എത്തിക്കാനുള്ള സംവിധാനം, നശിപ്പിക്കപ്പെട്ട അവശിഷ്ടങ്ങളിൽ നിന്ന് പൂർവാധികം പ്രതാപത്തോടുകൂടി ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ദേവി അഹല്യാബായിയുടെ പങ്ക് ചെറുതല്ല. ബദ്രിനാഥ്, ദ്വാരക, ഓംകാരേശ്വർ തൊട്ട് പുരി, ഗയ, രാമേശ്വരം വരെ വിവിധ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ കാണാം ദേവി അഹല്യാബായിയുടെ സംഭാവന. മഹമ്മൂദ് ഗസ്നിയാൽ ആക്രമിക്കപ്പെട്ട സോമനാഥ ക്ഷേത്രത്തിൽ തുടർന്നും ആക്രമിക്കപ്പെട്ടു കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കാൻ വിഗ്രഹം ഭൂഗർഭത്തിൽ പുനഃസ്ഥാപിച്ചു. ഇന്നും അവിടെ ദേവി അഹല്യാബായി സ്ഥാപിച്ച പഴയ അമ്പലം അഹല്യാബായി മന്ദിർ എന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ആക്രമണ പരമ്പര തന്നെ നേരിട്ട് ഒടുവിൽ 1669 ഔറംഗസേബ് നിഷ്കരുണം നശിപ്പിച്ച കാശിയിലെ ക്ഷേത്രം പലരും ശ്രമിച്ചെങ്കിലും പിന്നീട് കാശി വിശ്വനാഥ ക്ഷേത്രം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ദേവി അഹല്യാബായിക്കാണ്. ഇങ്ങനെ ധർമ്മ പുനഃസ്ഥാപനത്തിനായി ചുക്കാൻ പിടിച്ച ധീര വനിതകൾ ജനിച്ച പുണ്യഭൂമിയാണ് ഈ ഭാരതം. ഇതാണ് നമ്മുടെ പൈതൃകം. ഈ പൈതൃകത്തിന്റെ ഉത്തരാധികാരികളാണ് നമ്മളെന്ന് ഓർക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു അഭിമാനം. ധർമ്മത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിർഭയം പോരാടുന്ന, ബലഹീനത വെടിഞ്ഞ് ശക്തിയായി ഉയരുന്ന ഓരോ വ്യക്തിയും ഓരോ പുണ്യശ്ലോക് അഹല്യാബായിയായി ആവിർഭവിക്കുന്നു. For 30 years her reign of peace, the land in blessing did increase, and she was blessed by every tongue, by stern and gentle, old and young. Yet even the children at their mother's feet are taught such homely rhyming to repeat. In latter days from Brahma came to rule our land a noble dame. Kind was her heart and bright her fame, and Ahilya was her honored name.